അതുകൊണ്ട് അടുത്ത ചോദ്യം ഒഴിവാക്കിയാലേ കൂരമ്പ് വെച്ചിരിക്കുന്ന ചോദ്യം. ഇല്ല, ഞാൻ ചോദിച്ചിട്ടില്ല. വരട്ടെ. നമസ്കാരം റിമി. നമസ്കാരം. റിമിയുടെ അടുത്തൊരു ചോദ്യം ഒരുപാട് പേര് ചോദിച്ചതാണ്. ഈ ഷാരൂഖ് ഖാൻ റിമിയെ പൊക്കുമെന്ന് ആദ്യമേ റിമിക്ക് ഉദ്ദേശമുണ്ടായിരുന്നു, അതോ അതിന് തയ്യാറെടുപ്പോട് കൂടിയാണോ അവിടെ പോയത്? അതൊരു ചോദ്യം. ചോദ്യം നമ്പർ 2, സത്യം പറയണം, റിമിക്ക് ഇനി എന്താണ് ആഗ്രഹം? റിമിയുടെ ജീവിതത്തിൽ ഹിന്ദിയിൽ പാടണമെന്നാണോ, അതോ ഇനി ഹിന്ദിയിൽ പോയിട്ട് എന്തെങ്കിലും സ്റ്റേജിൽ വെച്ച് ആരെങ്കിലും റിമിയെ എന്താണ് കെട്ടിപ്പുണരണമെന്നോ അതോ കോരിയെടുക്കണമെന്നോ അങ്ങനെ വല്ല താല്പര്യം വല്ലതും ഉണ്ടോ? ഇത് റോയ്സ് കേൾക്കണ്ട. ഞാൻ വെറുതെ രഹസ്യമായിട്ട് നമ്മുടെ ബ്രിട്ടാസ് ഒരിക്കലും വെളി പറയത്തില്ല. ഇത് ഒന്നും ചെയ്യത്തില്ല. ബ്രിട്ടാസിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. പിന്നെ പുക എന്ന് പറയുന്നതിനും ഞാൻ മറ്റേത് പറയുന്നില്ല. ഇപ്പൊ എത്ര പേരെ കണ്ട പുള്ളി ഇപ്പോൾ അറ്റാക്ക് ചെയ്തത്? എത്ര പേരെ ഇവിടെ അറ്റാക്ക് ചെയ്ത് കണ്ട? എനിക്കിട്ടൊരു കുത്തിവെച്ചു കൊടുത്തു. ഇതാണ് ശ്രീകുട്ടൻ. റിമി, ഈ പറഞ്ഞ പോലെ റിമി എന്നുള്ള ഗായികയുടെ അംബീഷനെ കുറിച്ചൊക്കെയാണ് എം ജി ശ്രീകുമാർ പറഞ്ഞത്. ഒരുപക്ഷെ നമ്മൾ സിനിമയിലേക്ക് ഒരു ചെറിയൊരു ഡീവിയേഷൻ എടുത്തു, പക്ഷെ നമ്മൾ തിരിച്ചു പോകും അങ്ങോട്ട്. ശ്രീകുട്ടൻ ചോദിക്കണം, എന്തുകൊണ്ട് ഹിന്ദിയിലൊക്കെ പാടി? അവിടെ എന്തിനാ ഈ ഷാറുഖ് ഖാൻ മാത്രമല്ലോ, അമീർ ഖാനും സൽമാൻ ഖാനും ഒരുപാട് ഖാൻമാരൊക്കെ ഇല്ലേ, അവരൊക്കെ എടുത്ത് പൊന്തിക്കട്ടെ. എന്തിനാ അങ്ങനെ? ഷാരൂഖ് ഖാനോട് നേരത്തെ അഭ്യർത്ഥിക്കും, എന്നെ എടുത്ത് പോക്കണേ, എൻ്റെ ജീവിതം ഒന്ന് എങ്ങനെയെങ്കിലും നന്നായി തരണേ എന്നൊന്നും ഞാൻ എന്നെ ഹിന്ദിയിലോട്ട് കൊണ്ടുപോകണേ. ചിലർ വിചാരം എൻ്റെ ഫോൺ വിളിക്കുന്നുണ്ട്, അങ്ങനെ പരിചയമുണ്ടെന്നൊക്കെ. ഞാൻ അവിടെ ആ സമയത്തുണ്ടെന്ന് ഒരിക്കലും അങ്ങനെ പ്ലാൻ ചെയ്യാനൊക്കെ പറ്റുമോ? അവിടെ സ്റ്റേജിൽ കയറുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. ഞാൻ ഷാരൂഖ് ഖാൻ വരുന്നതിന് മുമ്പ് ഫ്രണ്ടിൽ സീറ്റ് പിടിച്ചിരിക്കുക, വരുന്ന വരവൊന്ന് കാണാൻ നോർത്തോട്ട്. അപ്പോഴാണ് എന്നെ പെട്ടെന്ന് സ്റ്റേജിന്റെ പുറകിലോട്ട് വിളിച്ചതും രഞ്ജിനി പെട്ടെന്ന് സ്റ്റേജിലോട്ട് വിളിക്കുകയും വേണമെങ്കിൽ പുള്ളി മൈൻഡ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ നാണം കെട്ട് പോകുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. റിമി, ഇതാണ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. റിമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി സ്റ്റേജിലാണേലും ഒരു ഷോയിലാണേലും ആ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട്. അതുപോലെ കമൽ സാറിന്റെ നമ്മുടെ കൈരളിയുടെ ഫംഗ്ഷന്, അതൊക്കെ മറക്കാനാവാത്ത ഒരു വിളിച്ചു വരുത്തി ഒരു ഡാൻസ്. അദ്ദേഹം പ്രത്യേകിച്ച് ഒരു സ്ഥലത്തും അങ്ങനെ ഒരു അനങ്ങോ പുള്ളി ഇതുപോലെ എന്നെ പോലെ അല്പം ഗൗരവക്കാരനായിട്ട് ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ ഒരു ഫംഗ്ഷന്, ഗോകുലത്തിന്റെ ഒരു ഫംഗ്ഷന് പോയി. അന്ന് കമൽ സാർ അവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അല്ലെങ്കിൽ പരിചയമില്ലാത്തവരെ കാണുമ്പോൾ അദ്ദേഹം ചിരിക്കാറ് പോലും ഇല്ല, നമ്മൾ കാണാറുള്ളതല്ലേ. സാർ എന്നെ ജ്ഞാപകം ഇരിക്കാന്ന് ഇങ്ങനെ കാണിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഞാൻ സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം എന്ന് പാടി. മുഴുവൻ സമയം പുള്ളി പാട്ട് കേട്ടിരുന്നു. അവിടെ 4 വരെ പാടിയുള്ളൂ. ഒരു 6 വരി പാടും പുള്ളിക്ക് വേണ്ടി. ശരിക്കും പാടി തന്നെയാണ് ഇത്. പിന്നെ തീർച്ചയായിട്ടും ആത്മാർത്ഥമായി പാടി. തീർച്ചയായിട്ടും ഇത് ആത്മാർത്ഥമായി പാടിയതാ കേട്ടോ.